ഈ പോക്ക് കണ്ടാണ് തെറ്റിദ്ധരിക്കേണ്ട മസനഗുഡി വഴി ഊട്ടിയിലേക്കല്ല, ഇത് ഗുണ്ടൽപേട്ട് വഴി സത്യമംഗലത്തേക്കാണ് കേട്ടോ. അപ്പോൾ സത്യമംഗലം പോകുന്ന വഴിയിലുള്ള കാടുകളാണ് ഈ കാണുന്നത്. അടിപൊളിയായിട്ട് നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. മലകളിൽ കോടയും ഒക്കെ നിറഞ്ഞിട്ടുള്ള അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഈ സത്യമംഗലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, കുറച്ച് പേർക്കല്ല, കുറച്ച് പഴയ, അതായത് എൻ്റെ ജനറേഷനിലൊക്കെ ആളുകൾക്ക് അറിയുന്നുണ്ടാവും. സത്യമംഗലം എന്ന് പറഞ്ഞാൽ നമ്മളെ പേര് കേട്ടൊരു സ്ഥലമാണ്. വീരപ്പൻ്റെയൊക്കെ നാട് കേട്ടോ. വീരപ്പൻ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് സത്യമംഗലം കാടുകളിൽ കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുന്ന ചുരമാണ് ഈ കാണുന്നത്. 27 ഹെയർ പിൻ വളവോട് കൂടിയിട്ടുള്ള അടിപൊളി ചുരം കേട്ടോ. ആ ചുരത്തുമ്പിലാണെങ്കിലോ കോട മൂടി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ആ സത്യമംഗലം കാടുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വീരപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ കാണുന്ന വീരപ്പൻ കോവിലാണ്. ഇതിന് പേര് വീരപ്പൻ കോവിലാണ്. പിന്നെ അടുത്ത് കാണുന്നത് ഇത് അടിപൊളി ഒരു ഡാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫാൾസും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ സത്യമംഗലത്തെ വിശേഷം.